വിനോദിന്റെ മരണത്തിൽ നീതി ലഭിച്ചില്ല. വിധി കേട്ടത് മരവിച്ച മനസ്സുമായി. മുത്തങ്ങയിൽ കൊല്ലപ്പെട്ട പോലീസുകാരന്റെ കുടുംബം. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു പറഞ്ഞു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്ന് KV ബാബു പറഞ്ഞു. അനുജൻ കൊല്ലപ്പെട്ടത് സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ്. മകനെ കുരുതി കൊടുത്തു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. മരവിച്ച മനസ്സുമായാണ് വിധി കേട്ടതെന്ന് KV ബാബു പറയുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. തനിക്ക് പോലീസ് സർവീസിൽ ജോലി ലഭിച്ചത് ആശ്രിത നിയമനമല്ലെന്ന് KV ബാബു വ്യക്തമാക്കി. 23 വർഷമായി അമ്മ വിധിയും കാത്തിരിക്കുന്നുണ്ട്. അവരോട് എന്തു പറയും എന്നറിയില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രക്തസാക്ഷിത്വം സംബന്ധിച്ച കോടതി വിധി അല്പനേരം മുൻപാണ് ഞാനും കുടുംബാംഗങ്ങളും കേട്ടത്. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നത്. തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും സമൂഹത്തിൻ്റെ ഒരു പ്രതിബദ്ധതയെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത, അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സർവീസിലിരിക്കെ ഡ്യൂട്ടിയിൽ മരണപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട 2 ആനുകൂല്യങ്ങൾ, ഞങ്ങളുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയല്ല. ഒന്ന്, മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട പെൻഷൻ, കുടുംബ പെൻഷൻ, അത് ചില സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞിട്ട് നിഷേധിക്കുകയുണ്ടായി. ഒരുപാട് കാലം ഞാൻ എൻ്റെ പിന്നാലെ പോയി അവസാനം മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും കുടുംബത്തിന്, എൻ്റെ മാതാപിതാക്കൾക്ക് കുടുംബ പെൻഷൻ ലഭിക്കുകയും ചെയ്തത്. രണ്ടാമത്തെ കാര്യം ആശ്രിത നിയമനം നൽകുക എന്നുള്ളത്. അതും ഈ 2 കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഇത്തരം ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അർഹമായുള്ള കാര്യം എന്നുള്ളതാണ്. അതും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിന് സാങ്കേതികമായിട്ട് പറഞ്ഞ കാര്യം, ഞാനും സഹോദരിയും സർക്കാർ ജീവനക്കാരനായതിനാൽ നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ആശ്രിത നിയമനം നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എൻ്റെ അനുജൻ്റെ ജോലി ആണ് എനിക്ക് ലഭിച്ചെന്ന്. ആ രീതിയിലൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്കിടയിലും ഉണ്ട്. ആ കാലഘട്ടത്തിൽ 2003 ഞാൻ PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാണ്. ആ രീതിയിലാണ് ഞാൻ പോലീസ് സർവീസിലേക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് നേരിട്ട് വരുന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ വിധി ഞാൻ നമ്മുടെ കേരള പോലീസിനും അതുപോലെ തന്നെ കേരളത്തിലെ സമൂഹത്തിനും സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളെ ഒക്കെ ആലോചിച്ചിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് ഒരുപാട് അന്വേഷണം നടത്തിയപ്പോഴും കൃത്യമായിട്ട് എനിക്ക് ഈ സംഭവം വയനാട് മുത്തങ്ങയിൽ 2003 ഫെബ്രുവരി 19 എന്താണ് നടന്നതെന്ന് പോലും കൃത്യമായിട്ടുള്ള വിവരമില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ പോലീസ് ജോലി തിരക്കിനിടയിൽ പലപ്പോഴും അന്വേഷിച്ചപ്പോഴും അത് കൃത്യമായിട്ടുള്ളൊരു മറുപടി, അതിൻ്റെ ഒരു നാൾവഴി ചരിത്രം എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കോ എൻ്റെ കുടുംബങ്ങൾക്കോ അറിയില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും എൻ്റെ കുടുംബങ്ങൾക്ക് എപ്പോഴും അവർ പറയുന്നതാണ്, എൻ്റെ മകനെ കുരുതി കൊടുത്തു എന്ന രീതിയിലാണ് മാതാപിതാക്കൾ പലപ്പോഴും സംസാരിച്ചുള്ളതാണ്. ഒരു മോബിനെ നേരിടുമ്പോൾ വേണ്ട തയ്യാറെടുപ്പുകൾ
ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ അത് പൊതുജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങൾ ഇതൊരു ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ ഒരു കർത്തവ്യമാണ്. അന്ന് അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ മാത്രമല്ല. അതുപോലെ തന്നെ യോഗിയുടെ മരണമാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നത്. അത് ഇതേ രീതിയിൽ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും യോഗിയുടെ കുടുംബാംഗങ്ങളെ വളരെ മോശമായ രീതിയിലാണ് പിന്നീട് ട്രീറ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് ശരിക്കും ഒരു ബാലൻസ്ഡ് ആയ വലിയ ഇരകളൊക്കെ രണ്ട് ഭാഗത്തും ഇരകളുണ്ടായിരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ആ രീതിയിലൊന്നും ഒരു പോലീസിലെ ഒരു തിങ്കിങ് പോലും നടന്നില്ല എന്ന് വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇക്കാര്യങ്ങളൊക്കെ സമൂഹമാണ് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. അപ്പം അത് ഞങ്ങളിതിൻ്റെ ഇരയാകപ്പെട്ടവരുടെ മാത്രമാണ്, കുടുംബാംഗങ്ങൾ മാത്രമാണ്. അപ്പം ജോഗിക്കും എൻ്റെ അനുജനുമൊക്കെ നീതി ലഭിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതു ആവശ്യമാണ്. അത് അവർ ചർച്ച ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശാജനകമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം അനുജന്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പം അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിന്റെ സ്ഥിതി എന്തായി. അത് എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാനത് പറയുന്നത് ശരിയല്ല. ഞാൻ ആദ്യം പറഞ്ഞ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹം എൻ്റെ അനുജൻ കൊല്ലപ്പെട്ടത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ചപ്പോഴാണ്. സ്വാഭാവികമായിട്ടും അത് സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നീതിയുടെ പോരാട്ടം ഇതിൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ചിട്ട് അപ്പീൽ സാധ്യതകൾ ഒന്ന് നോക്കുകയാണ്. സർക്കാർ തലത്തിൽ തന്നെ ഇതിലെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിച്ച ശേഷം മറ്റു കാര്യങ്ങളും കൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് സർക്കാർ തലത്തിൽ പോകുന്നില്ലെങ്കിൽ വ്യക്തിപരമായ തലത്തിൽ തന്നെ. അപ്പോൾ അത് എൻ്റെ അനുജന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പരിശ്രമമാണ്. ആ രീതിയിൽ തന്നെ പോകും. സാക്ഷിയില്ല എന്നതാണ് ഒരു ടെക്നിക്കലായിട്ട് ഏറ്റവും പറഞ്ഞിരിക്കുന്നത്. ഒരു സാക്ഷിയുള്ള കുട്ടി അബ്ദുസലാമിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഗൂഢാലോചന നിലനിൽക്കുന്നു, കൊലപാതക ശ്രമം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിന്റെ അകത്തൊരു സാക്ഷിയെ പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. എനിക്ക് ലഭ്യമായ എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ അനുജന്റെ സഹപ്രവർത്തകർ അവരെ ഒരുപാട് പേരെ കാണുവാനും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ അറിവല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവർക്കും ഇത് സംബന്ധിച്ച് അന്നത്തെ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ചല്ലാതെ പിന്നീട് നടന്ന കേസന്വേഷണ വഴികളൊന്നും അവർക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. അത് തന്നെയാണ് എന്നെയും അലട്ടുന്നൊരു പ്രശ്നം. അതാണ് കഴിഞ്ഞ 23.5 വർഷമായിട്ട് ഈ വൃദ്ധയായിട്ടുള്ള മാതാവ് അവർ ഇതിന്റെ വിധിയും കാത്തിരിക്കുകയാണ്. പലപ്പോഴും എന്നോട് അവരും ചോദിക്കും, അമ്മയും ചോദിക്കും, എന്തായി കേസിന്റെ സ്ഥിതി, എന്തായി, അവരെ ശിക്ഷിക്കില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ അവരോട് എന്ത് പറയുമെന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ളതാണ്. അല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റില് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ഞാനൊക്കെ ഓഫീസറായി ജോലി ചെയ്യുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നാൽ പിന്നീടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് പ്രവർത്തനം ഉണ്ടാകണം. അതുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ന്യായമായിട്ടുള്ള 2 ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന് മാതാപിതാക്കൾ കൊടുക്കേണ്ട പെൻഷൻ, കുടുംബ പെൻഷൻ, അതിനുപോലും ഞാൻ ഒരു യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നു. ഈ പറയുന്ന ആശ്രയ നിയമനം ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ പോലീസ് ജോലി ചെയ്യുന്ന ആളുകൾ നോക്കിക്കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു പോലീസ് ഓപ്പറേഷനിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ നിഷ്ക്രിയമായി നിന്നാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്.